മോഹൻലാലുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖ ടീസറിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. നുണേശന്റെ അടുത്തൊരു ചോദ്യം വന്നുടനെ കണ്ണാടി അങ്ങ് ഊരി കണ്ണ് നല്ലോണം തുടച്ചു, ഒട്ടും വെള്ളമില്ല എന്ന് ഉറപ്പാക്കി. എന്നിട്ട് ഞാൻ തളർന്നു പോയെന്ന് കാട്ടിയാൽ അണികൾ അതിനേക്കാൾ തളർന്നു പോകും. പിന്നെ നമ്മൾ കെട്ടിപ്പൊക്കി വച്ചിരിക്കുന്നത് മുഴുവൻ ഫ്ലോപ്പാണ്. അതുകൊണ്ട് അവസാനത്തെ ഊർജവും എടുത്തുകൊണ്ട് ഒരൊറ്റ ഡയലോഗായിരുന്നു. അതിനെന്താ തെറ്റ്? കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയ ഞങ്ങൾ അതിനൊന്നും പരിഹസിക്കില്ല, ഒരു തെറ്റുമില്ല. പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, 2008 ഉമ്മൻചാണ്ടി ജയ്ഹിന്ദ് ചാനലുമായിട്ട് ഇതുപോലെ ഒരെണ്ണം നടത്തിയത്. അന്നിട്ട പേരായിരുന്നു ഇരുവർ. ആ പേരെങ്കിലും മാറ്റായിരുന്നു. കൊല്ലം ഇത്രയില്ല. അല്ല, മോഹൻലാലുമായിട്ട് നടത്തിയില്ലൊന്നും യാതൊരു വിരോധവും നമുക്കില്ല. നല്ല കാര്യമല്ലേ? ഇടയ്ക്കൊന്ന് മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ച് നമ്മളൊന്നും കൂടി കാണട്ടെ. കേട്ടില്ലേ? ഞങ്ങൾ ആ ഇന്റർവ്യൂവിനെ പരിഹസിക്കുകയൊന്നുമില്ല. തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണല്ലോ. പിന്നെ അദ്ദേഹത്തിന് ആകെ ഒരു പ്രശ്നം, 2010 ജയ്ഹിന്ദ് ചാനലില് ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിരുന്നു, അതിന്റെ പേര് ഇരുവറായിരുന്നു, ആ പേരെങ്കിലും മാറ്റിക്കൂടെ എന്നാണ് ചോദ്യം. നമ്മളെല്ലാവരും ഇത്രയും കാലം കരുതിയിരുന്നത് ഇരുവർ എന്നത് ഒരു സിനിമ എന്നാണ്. ആ സിനിമയുടെ പേര് തന്നെ മോഹൻലാലും മുഖ്യമന്ത്രിയും കൂടെ നിൽക്കുമ്പോൾ കൊടുത്താൽ അത് അന്ന് ഉമ്മൻചാണ്ടി കൊടുത്ത പേരാണത്രേ. ഇരുവർ സിനിമയ്ക്ക് മുന്നേയാണ് ഏതിറങ്ങിയത്. ഉമ്മൻചാണ്ടിയും മോഹൻലാലുമായിട്ടുള്ള ഇതുപോലത്തെ ഒരു അഭിമുഖം പുറത്തിറങ്ങിയെന്ന് നമുക്ക് തോന്നിപ്പോവും. എന്തായാലും ഈ കരച്ചില് കടച്ചു പിടിച്ചിട്ട് ഓരോരോ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ സതീശൻ പെടുന്ന പെടാപ്പാടുകളാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അണികളെ സമാധാനപ്പെടുത്തിയില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയ മൂവ്മെന്റ് കണ്ട് അവർ ആകെ പതറിപ്പോയിരിക്കുകയാണ്. ആ പതറിപ്പോയവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് നേതാവിന്റെ ഉത്തരവാദിത്തമാണ്. കണ്ണീര് നല്ല രീതിയിൽ തന്നെ തുടച്ചിട്ട് ഇത്രയെങ്കിലും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ തകർന്നു പോകും. കൊള്ളേണ്ടടുത്ത് ആ ടീസർ കൊണ്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് കണ്ണ് തുടയ്ക്കേണ്ടി വന്നതും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സംഭവവികാസങ്ങൾ വരുമ്പോൾ സതീശന്റെ ഒരു അവസ്ഥ നോക്കണേ. എന്തായാലും അദ്ദേഹം ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി വെച്ചു, ഇങ്ങനെയെങ്കിലും പിണറായി ചിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ കാണാമല്ലോ. ഇനി ഒരു കാര്യം മുഖ്യമന്ത്രി ചെയ്യേണ്ടത്, സതീശൻ വനവാസത്തിന് പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് കണ്ട് രസിക്കാൻ വേണ്ടി കുറച്ച് ചിരിക്കുന്ന വീഡിയോ എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുക. അദ്ദേഹത്തിന് കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോഴെല്ലാം അത് തുറന്ന് കണ്ടോട്ടെ. ഇനി മനോരമയും അല്ലെങ്കിൽ മാതൃഭൂമിയും നോക്കിയിട്ട് ആ ചിരി വരുന്നില്ലേ എന്ന് എന്ത് ചെയ്യണ്ട, സങ്കടപ്പെടണ്ട. എന്തായാലും ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇതേ മനോരമ ഒരിക്കൽ ഹ എന്നൊരു ക്യാപ്ഷൻ കൊടുത്ത് വാർത്ത കൊടുത്തിരുന്ന അതേ അവർ പിന്നീട് പറയും പിണറായി ചിരിക്കില്ല എന്ന്. ഇങ്ങനെ അവസരത്തിനൊത്ത് സതീശനെ പോലെ മനോരമ നിലപാട് മാറ്റുമ്പോഴും സതീശൻ അതിനനുസരിച്ച് ഇങ്ങനെ ചാടിത്തുള്ളി നടക്കും. അതുകൊണ്ട് ഈ ഡയലോഗ് കൊണ്ടൊന്നും ഇപ്പോൾ അണികൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ആവേശം അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.